NCP എന്നാൽ പവാറാണ്. അതും ശരത് പവാർ എന്ന് പറയുന്നതാണ് ഇന്നത്തെ നിലയ്ക്ക് ശരി. പക്ഷേ അജിത് പവാർ BJPയുടെ കൂടെ കൂടി കളിക്കുന്ന കളിക്ക് അവസാനം കുറിക്കാൻ തന്നെയാണ് ശരത് പവാറിൻ്റെ തീരുമാനം. തങ്ങളാണ് യഥാർത്ഥ NCP എന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ 40 MLA-മാരെയും തട്ടിക്കൂട്ടി ഒരു സമയത്ത് അജിത് പവാർ വിജയിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളുടെ NCP അത് ശരത് പവാറിൻ്റെ NCP തന്നെയെന്ന് തെളിഞ്ഞിരിക്കുന്നു. അജിത് പവാറിന് വെറും ഒരു സീറ്റ് ലഭിച്ചപ്പോൾ 8 ശരത് പവാർ വിജയിച്ചത്. അതോടെ പ്രവർത്തകർ മാത്രമല്ല, അജിത്തിൻ്റെ കൂടെയുള്ള 40 MLA-മാരും MP-യും അടക്കം മറുകണ്ഠം ചാടാൻ തയ്യാറായി നിൽക്കുന്നു. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രത്തിൻ്റെ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറിൻ്റെ രാഷ്ട്രീയം സ്വന്തം മകളെ നിർത്തി ശരത് പവാർ തീർത്തു കൊടുത്തത് നമ്മൾ കണ്ടു. ഇനിയത് അജിത് പവാറിനെ തീർക്കാൻ പവാർ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു തുരുപ്പുചീട്ടിനെ ഇറക്കുകയാണ് ശരത് പവാർ. NCP വിമത നേതാവും സഹോദരപുത്രനുമായ അജിത് പവാറിനെ ബാരാമതിയിൽ തന്നെ നേരിടാനും അവിടെ തന്നെ തീർത്തു കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരപുത്രൻ യുഗേന്ദ്ര പവാറിനെ ഇറക്കുകയാണ് NCP സ്ഥാപകൻ ശരത് പവാർ. മകൾ സുപ്രിയ സുലെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ അജിത് പവാറിൻ്റെ ഭാര്യയും NDA സ്ഥാനാർത്ഥിയുമായിരുന്ന സുനേത്ര പവാറിനെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയതിന് പിന്നാലെയാണ് ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ 3 പതിറ്റാണ്ടിലേറെയായി MLA ആയിരിക്കുന്ന അജിത് പവാറിനെ തീർക്കാൻ പുതിയ തന്ത്രം പുറത്തെടുത്തത്. 4 മാസത്തിനകം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ്. അതിനിടെ അജിത്തിനെതിരെ യുവനേതാവായ യുഗേന്ദ്രയെ കളത്തിലിറക്കാനാണ് പദ്ധതി. അജിത്തിൻ്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിൻ്റെ മകനാണ് യുഗേന്ദ്ര. ശ്രീനിവാസ് അടക്കം പവാർ കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും ശരത് പവാറിൻ്റെ പക്ഷത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. വ്യവസായിയായ യുഗേന്ദ്രയാണ് സുപ്രിയ സുലെയുടെ പ്രചരണങ്ങൾക്ക് മുഴുവൻ ഈ തെരഞ്ഞെടുപ്പിൽ ചുക്കാൻ പിടിച്ചത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ശരത് പവാർ നടത്തിയ നന്ദി പ്രകാശന യാത്രയിൽ യുഗേന്ദ്രയെ ഒപ്പം കൂട്ടിയതാണ് പുതിയ നീക്കങ്ങൾ ഉറപ്പിച്ചത്. ശരത് പവാറിന് പണ്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു മകൾ സുപ്രിയ പാർലമെൻറ്റിലും സഹോദരപുത്രൻ അജിത് പവാർ നിയമസഭയിലും പാർട്ടിയെ നയിക്കണം എന്നുള്ളത്. ആ ധാരണയാണ് അജിത് പവാർ പാർട്ടി പിളർത്തിയതോടെ തെറ്റിച്ചത്. എന്നാൽ BJP കാണിച്ച അപ്പക്കഷണം കാണുമ്പോൾ അധികാരത്തിൻ്റെ പിറകെ പോയ വഞ്ചകനായ അജിത് പവാറിനെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണിപ്പോൾ ശരത് പവാർ പുറത്തെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ അജിത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും എന്ന് കൂടെയുള്ള MLA-മാർക്കും MP-ക്കും പ്രവർത്തകർക്കും ബോധ്യമായി തുടങ്ങി. ഡൽഹിയിലും മുംബൈയിലുമായി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ശരത് പവാർ ആകട്ടെ പാർട്ടി അജിത്ത് പിളർത്തിയതിനു ശേഷം ബാരാമതിയിൽ തന്നെ കൂടുതൽ സമയം ശ്രദ്ധിക്കുന്നുണ്ട് എന്നത് അജിത്തിൻ്റെ പാർട്ടി അവസാനിക്കുമെന്ന സൂചനയും പ്രവർത്തകർക്ക് നൽകുന്നു. പഴയ സുഹൃത്തുക്കളെയും അണികളെയും ഒക്കെ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞ് ശരത് പവാർ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ നടത്തിയ യാത്ര യുഗേന്ദ്ര പവാറിനെ ജനങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കൂടിയായിരുന്നു. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിൻ്റെ പാർട്ടിക്ക് വലിയ വിജയം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ തന്നെ 46,000-ൽ പരം വോട്ടുകൾ സുപ്രിയ സുലെ സുനേത്രയേക്കാൾ അധികം നേടിയെന്നുള്ളത് ആ സ്ഥലം MLA-ആയ അജിത് പവാറിൻ്റെ രാഷ്ട്രീയത്തിന് മരണമണി മുഴങ്ങി എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അജിത്തും ഞെട്ടലിൽ തന്നെയാണ്. പരമാവധി പേരെ കണ്ടും ചെറിയ ജനസഭകൾ നടത്തിയും യുഗേന്ദ്ര പവാറും മണ്ഡലത്തിൽ പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ട്. ഇതോടെ ഒരജിത് പവാർ മാത്രമല്ല, അജിത് പവാർ നയിക്കുന്ന NCP എന്ന പാർട്ടി തന്നെയാണ് ഇല്ലാതാകാൻ പോകുന്നത്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരനവരുടെ പുതിയ തന്ത്രം. ഈ നീക്കം ഒക്ടോബറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തെ തന്നെയാണ് തകർത്തു കളയുക.